ഒന്നാമത്തെ കൽപ്പന നമ്മോട് എന്തെല്ലാമാണ് ആവശ്യപ്പെടുന്നതെന്ന് നമുക്കിനി പഠിക്കാം. ഒന്നാമത്, ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുന്ന് പ്രത്യാശ വഹിക്കുക, എല്ലാറ്റിനുമുപരി ദൈവത്തെ സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പന നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഏക ദൈവത്തിൽ ഉറച്ച വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നതാണ്. എന്താണ് വിശ്വാസം? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ? പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം. ഇപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും തന്നെ ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മൾ ദൈവം ഉണ്ട് എന്ന ബോധ്യം ആണ് നമ്മുടെ വിശ്വാസം. ദൈവത്തോടുള്ള നമ്മുടെ കടമകൾ അവിടുന്ന് വസിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നതാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. ദൈവിക വെളിപാടുള്ള മനുഷ്യന്റെ സമ്പൂർണ്ണ സമർപ്പണമാണ് വിശ്വാസം. വിശ്വാസത്തിനെതിരായ തിന്മകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. മാമോദീസ വഴി ലഭിച്ച സത്യവിശ്വാസം നഷ്ടപ്പെടുത്തുന്നത് വിശ്വാസത്തിനെതിരായ പാപമാണ്. സത്യവിശ്വാസത്തെ ബോധപൂർവം എതിർക്കുന്നത്, ദൈവം ഇല്ലെന്ന് വാദിച്ച് ദൈവത്തെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത്, പാഷണ്ഡത, ദൈവികവും കത്തോലിക്കവുമായ വിശ്വാസത്തോടെ വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു സത്യത്തെ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം ദുർവാശയോടെ നിഷേധിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നതാണ് പാഷണ്ഡത. എന്താണ് പ്രത്യാശ? ദൈവാനുഗ്രഹം ലഭിക്കുമെന്നുള്ള വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാനുഗ്രഹം ലഭിക്കും എന്നുള്ള വിശ്വാസപൂർണമായ പ്രതീക്ഷയാണ് പ്രത്യാശ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രത്യാശ നമുക്ക് ദൈവഭയം നൽകുന്നു. നന്മയുടെ പാതയിൽ ചരിക്കാൻ ദൈവഭയം നമ്മെ സഹായിക്കുന്നു. ജീവിതത്തിലുണ്ടാവുന്ന സഹനങ്ങളെ ദൈവപരിപാലനയിൽ ഏറ്റെടുക്കാൻ സാധിക്കുന്നത് പ്രത്യാശയിലാണ്. പ്രത്യാശയ്ക്ക് എതിരായ പാപമാണ് എന്ത്? നിരാശ. എന്താണ് ഉപവി അഥവാ സ്നേഹം? ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരേ പുണ്യം തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ സഹോദരനെയും സഹോദരനെ സ്നേഹിക്കുന്നതിലൂടെ ദൈവത്തെയുമാണ് നാം സ്നേഹിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് യേശു സ്വജീവൻ കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹത്തിനെതിരായ തിന്മകളാണ് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥപരമായ സ്നേഹം. സ്നേഹത്തിന്റെയും സഹോദര സ്നേഹത്തിന്റെയും മനഃപൂർവ്വം അവഗണിക്കുന്ന നിസ്സംഗത, ദൈവത്തിന്റെ സ്നേഹത്തിന് പകരം സ്നേഹം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന നന്ദിഹീനത, ദൈവത്തോടും സഹോദരങ്ങളോടും തോന്നുന്ന വിദ്വേഷം, തിന്മയിലേക്ക് നയിക്കേണ്ട സഹോദരനെ തിന്മയിലേക്ക് നയിക്കാൻ നൽകുന്ന ദുഷ്പ്രേരണ എന്നിവയെല്ലാം സ്നേഹമെന്ന പുണ്യത്തിനെതിരായ പാപങ്ങളാണ്. അവിടത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുക, ദൈവത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിശുദ്ധ വസ്തുക്കൾ തുടങ്ങിയവരുടെ ആദരവ് പ്രകടിപ്പിക്കുക, ദൈവശ്വാസത്തിന് നിരക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം സ്വീകരിക്കുക. സൃഷ്ടവസ്തുക്കൾക്കും വ്യക്തികൾക്കും ഉപരിയായി ദൈവത്തിന് സ്ഥാനം നൽകുകയും അവിടത്തെ ആരാധിക്കുകയും ചെയ്യുക, അവിടത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുക. ഇനി നമുക്ക് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. നിരീശ്വരവാദം. ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണ് നിരീശ്വരവാദികൾ. അവർ ദൈവമില്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവർ. അത്തരം പ്രവൃത്തികൾ ഒന്നാം പ്രമാണത്തിന് ലംഘനമാണ്. വിഗ്രഹാരാധന. ദൈവത്തെ അല്ലാതെ മറ്റുള്ള വസ്തുക്കളെ വെച്ച് ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. ചിലർ വിഗ്രഹങ്ങളെ ദൈവമായി കാണുകയും സൂര്യൻ, വ്യക്തികൾ എന്നിവയെല്ലാം ആരാധിക്കുന്നുണ്ട്. അതെല്ലാം ഒന്നാം പ്രമാണത്തിനെതിരായ ലംഘനമാണ്.
അന്ധവിശ്വാസം. ഇടത് കാൽ വെച്ച് കയറാതിരിക്കുക, പൂച്ച വിലങ്ങനെ ചാടുക, ചൂല് കാണുക തുടങ്ങിയവയെല്ലാം അപശകനമാണെന്നുള്ള ധാരണ. സ്ഥാനവും സമയവും നോക്കി വീട് പണിയുക. രോഗം മുതലായവ തകർച്ചയ്ക്ക് കാരണം സ്ഥാനദോഷമാണെന്ന് കരുതുക. ചില മാസങ്ങളും ദിവസങ്ങളും സമയങ്ങളും ദുസ്സൂചകമാണെന്ന് കരുതുന്നത് ഇതെല്ലാം അന്ധവിശ്വാസമാണ്. കൈനോട്ടം അന്ധവിശ്വാസം. നമ്മുടെ ഭാവി കാര്യങ്ങളും ഭൂതകാര്യങ്ങളും കൈനോക്കി പറയുന്നതാണ് കൈനോട്ടം. ഇത് 1-ാം പ്രമാണത്തിന് ലംഘനമാണ്. നിങ്ങളുടെ യാത്രയിൽ പലപ്പോഴും ചെയ്യാറുള്ള ഒന്നാണ് കൈനോട്ടം. നമ്മുടെ വിവാഹം എപ്പോൾ നടക്കും, നമുക്ക് എത്ര കുട്ടികളുണ്ടാകും, അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസം എവിടം വരെ പോകും, ജോലി കിട്ടുമോ, സാമ്പത്തികം എങ്ങനെ, നമ്മുടെ മരണം എങ്ങനെ എന്നിങ്ങനെയെല്ലാം നമ്മൾ നമ്മുടെ കൈരേഖ ശാസ്ത്രം നോക്കിക്കാറുണ്ട്. ഇത് 1-ാം പ്രമാണത്തിനായ ലംഘനമാണ്. മന്ത്രവാദം. ശത്രുക്കളെ നശിപ്പിക്കുന്ന മാരണകർമ്മമാണ് മന്ത്രവാദം. നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രവാദം ചെയ്യുന്നത്. ഇത് 1-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. മന്ത്രവാദം പോലെ ഒന്നാണ് കൂടോത്രം. ശത്രുക്കളെ നശിപ്പിക്കുകയും സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി വസ്തുക്കളെ ആവാഹിച്ചുകൊണ്ടുള്ള പ്രവൃത്തിയാണ് കൂടോത്രം. ഇതെല്ലാം 1-ാം പ്രമാണത്തിന് ലംഘനം. ദുഷ്ടശക്തിയെ ആവാഹിക്കൽ, സാത്താൻ പൂജ തുടങ്ങിയവയെല്ലാം 1-ാം പ്രമാണത്തിനെതിരായ ലംഘനമാണ്. ഇപ്പോൾ സാത്താനെയും ദുഷ്ടശക്തികളെയും ആവാഹിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഗെയിംസുകളും ഇപ്പോൾ കളികളൊക്കെ നിലവിലുണ്ട്. ഇതെല്ലാം 1-ാം പ്രമാണത്തിനെതിരായ പാപമാണ്. ഒരു കുട്ടിയുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തെ ആസ്പദമാക്കിയുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം. എലിസബത്ത് കുഞ്ഞാ, അവളൊരു പെൺകുട്ടിയാ. അവൾക്ക് അമ്മയെ വേണം. എപ്പോഴും മേഴ്സിയാൻറ്റി കൂടി ഉണ്ടാവണമെന്നില്ല അച്ചായ. ജോണച്ചാ, 6 വർഷമായില്ലേ മെർലിൻ കിടപ്പിലായിട്ട്. ഒരുപാട് മെഡിസിൻസ് ഒക്കെ നമ്മൾ അവളിൽ ട്രൈ ചെയ്തു. ഒന്നിനോടും അവളുടെ ശരീരം പ്രതികരിച്ചില്ല. പൈസ എത്ര കണ്ടാ ചെലവാക്കിയത്? എല്ലാ പ്രയോജനമുണ്ടോ? ഇല്ല ഫാദർ. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ഈ ചായ മരുന്നുകൊണ്ട് തീരുന്ന വ്യാധിയല്ല അവളുടേത്. അവൾക്ക് വേണ്ടി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നത് അവളുടെ മേലൊരു കെട്ടുണ്ട്. ഒരു പൈശാചിക ബന്ധനത്തിന്റെ കെട്ട്. അതിന് നമുക്ക് അഴിക്കണം ചോണച്ചോ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ജേസി പറ. എന്തായാലും പറയൂ ജേസി. അതിപ്പോ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്.
മലയമ്പള്ളിയിൽ പോയി ഓ പ്രാർത്ഥിക്കണം. 7 ദിവസവും ബസ്സിച്ച് പ്രാർത്ഥിക്കണം. ഒരു മാറ്റം ഉണ്ടാവും. ഞങ്ങൾ പോവാം ഫാദർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേറെ 2 സ്ഥലത്ത് പോവാനുണ്ട്. ഫാദർ, ഓ ചായ കുടിച്ചിട്ട് പോവാം. പിന്നെ ആവട്ടെ ചേച്ചി, പോയിട്ട് 1-2 കാര്യങ്ങളാണ്. ശരി. ഓക്കെ പോട്ടെ ചായ. പോട്ടെ മോളെ. അവളുടെ മേലൊരു കെട്ടുണ്ട്, ഒരു പൈശാചിക ബന്ധനത്തിന്റെ കെട്ട്. പപ്പ, പള്ളിയിലെ കൗൺസിലിംഗ് കഴിഞ്ഞ് യൂത്തിന്റെ സെമിനാർ ഉണ്ട്, വരാൻ കുറച്ച് വൈകും. പോയിട്ടോ. ഗുഡ് മോർണിംഗ്. പപ്പയുടെ എൽസമോള് നേരത്തെ എണീറ്റോ? ആഹാ. കഴിക്കാൻ എടുക്കട്ടെ ജോണേ? ചായ മതി, ഞാൻ ഫ്രഷ് ആയിട്ടില്ല. പപ്പ, ഫാദർ പറഞ്ഞ പോലെ മലയമ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച മമ്മിയുടെ അസുഖം മാറോ? മാറുമായിരിക്കും. നമുക്കൊരു ദിവസം പോവാം മോളെ. പോകാന്ന് പറഞ്ഞപ്പോ ജോണേ, പോണം. അല്ല പിന്നെ നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചാ മെർലി മോളെ എണീറ്റ് നടക്കുന്നു, എനിക്ക് ഉറപ്പാണ്. നീ അതിനു വേണ്ടി ഇത്തിരി സമയം കണ്ടെത്തടാ. ഈ മാസം ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്. അടുത്ത മാസം. ഓ, എനിക്ക് ഇത് കേൾക്കുമ്പോഴാണ് കുടുംബത്തിന്റെ എന്ത് കാര്യം പറഞ്ഞാലും അപ്പൊ അവന് ഭയങ്കര തിരക്കായിക്കോളൂ. ഒരു കാര്യം പറയാൻ കേൾക്കൂല. പോണ്ട, എന്നാലും പോണ്ട ഇവിടുന്ന്. അല്ല പിന്നെ നീ എന്നെ വിളിച്ച ഒരു കാര്യം പറയണ്ട. എനിക്ക് ഒരു കാര്യം നിന്നെ കേൾക്കേ വേണ്ട. അച്ഛനെല്ലാം എത്ര പറഞ്ഞാലും ഇവന് ഇവിടെ ഒന്നും കേൾക്കാൻ പോണില്ല. അവനെ എങ്ങനെയാണ് പ്രവർത്തനം കുറിച്ച് ഒന്നും ഇല്ലല്ല. ഈ നടപ്പല്ലേ എപ്പോഴും തിരക്കെന്ന് പറഞ്ഞോണ്ട്. എന്റെ കാലം കഴിഞ്ഞാൽ കാണാം ഈ കുടുംബം ആര് നോക്കിയെടുത്തെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊന്നും അറിയാമല്ലോ എന്റെ പൊന്നു കർത്താവേ. എന്ത് പറഞ്ഞാലും ഒരു മേശാന്റി, അതിന് വെച്ച് വിളമ്പി കൊടുക്കാൻ മേശാന്റി വേണം. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ കേൾക്കൂല. വെളുപ്പിന് 5 മണി തുടങ്ങിയുള്ള നിപ്പാണ്. മനുഷ്യന്റെ കാല് കഴിച്ച് വിട്ടുപോയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയണമെന്ന് കരുതി അങ്ങനെ അനുസരിച്ചാൽ എന്താണ്? ആ ഒരു പരിപാടി ഇവിടെ നടക്കൂല.
എൽസ, ആരാ? ലൂസിഫർ. എന്തിനാ നീ ഇവിടെ വന്നത്? എന്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചാൽ എന്റെ മമ്മിയുടെ അസുഖം മാറും. ആരാ മോളോട് ഈ അരുതാത്തൊക്കെ പറഞ്ഞ് പറ്റിച്ചേ? എന്നാലും പറഞ്ഞ് പറ്റിച്ചിട്ടില്ല. ഫാദർ മേഴ്സാൻറ്റി പറഞ്ഞല്ലോ. മോള് തിരിച്ചു പോ. നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഫാദർ എന്താ പറഞ്ഞേ? നിന്റെ പപ്പ പ്രാർത്ഥിക്കണം, നിന്റെ ചേട്ടൻ പ്രാർത്ഥിക്കണം, അങ്ങനെ നിന്റെ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ? ഇല്ല. മോളിപ്പ ചെല്ലേ. ഞാൻ പപ്പനെ കൊണ്ട് പ്രാർത്ഥിച്ചാലോ? എൽസ, നിന്റെ പപ്പയ്ക്ക് ഇവിടെ വരാൻ കഴിയില്ല. അവൻ പാപിയാണ്. അല്ല, എന്റെ പപ്പ നല്ലതാ. നീ നോണ പറയാ. കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നവരുടെ തലമുറയല്ലേ നീ? അപ്പോ നീ കണ്ടല്ലേ വിശ്വസിക്കൂ. കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ എൽസ, നിന്റെ പപ്പ പാപിയാണെന്ന്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ തിരിച്ചു പോ. ഇനി നിനക്ക് ആരാ ഉള്ളത്? ഞാൻ ചേട്ടനെ കൊണ്ട് വന്നാലോ? എൽറോയ്. ദൈവകൃപ നിറയുന്ന നിമിഷമാണ് നമ്മുടെ സെമിനാറിൽ. തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണം. ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് വന്നു നിറയും. ഫാദർ നേരത്തെ പോകേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ. ഓക്കെ. ദൈവത്തിന്റെ അനുഗ്രഹം തടയുന്ന നിമിഷങ്ങൾ, യുവത്വങ്ങൾ, നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുന്ന ഓരോ തടസ്സങ്ങളും പൈശാചിക ബന്ധനത്തിൻ്റെതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മദ്യം, മയക്കുമരുന്ന് ഇന്നീ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെപ്പോ വരും? നോ ഐഡിയ. വന്നാ മതി. ബ്രോ, ഹേ ബ്രോ, ആയിട്ടുണ്ട്. പൊളിയാണ്. മൂടാണ് മോനെ, മൂട്. നല്ല മണിപ്പൂരി സാധനമാണ്. കിളി പോകാൻ ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. പരിപാടി ബ്രോ, വാട്ട് ഒരു ഡ്രൈവ് പോയല്ലോ. പൊളിക്കും. Come on, let's go, man. ഞാൻ എടുത്തോളാം. ആവേശ റോട്ടിലൊന്നും കാണിക്കല്ലേട്ടാ, എല്ലാരും അടിച്ചും മൂടായിരിക്കണ്. ഓ, ഒരു മൂടായിട്ടില്ല അളിയ, ആയി വരുന്നുള്ളൂ. അടോ ഓറടക്കരാ. കരഞ്ഞിട്ട് കാര്യമില്ല എൽസ. ഇനി നിനക്ക് ആരുമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ നിന്റെ കൂടെ പിറപ്പും പാപിയാണെന്ന്? ഇനിയെങ്കിലും തിരിച്ചു പോ എൽസ. പാപികൾക്കുള്ളതല്ല ഈ ദേവാലയം, അവർക്കുള്ളത് ഞാൻ പണിയുന്നുണ്ട്. ഇനി ആരാ നിനക്കുള്ളത്? പറ എൽസ. വാ. എനിക്കെന്റെ മേഴ്സാൻറ്റി ഉണ്ട്. മർസി. എന്റെ മെർലി, ഒരു കണക്കിന് നീ തന്നെയാണ് ഭാഗ്യവതി. ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ കിടന്നാ മതിയല്ല, വീട്ടിലെ കാര്യമൊന്നും അറിയണ്ടല്ലോ. എന്റെ കാര്യം അതല്ലടേ.
100 കൂട്ടം കാര്യങ്ങളാണ്. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഈ ഭൂമിയിൽ കാശില്ലാതെ ഒരു കാര്യങ്ങളും നടക്കൂല മോളെ. ചാക്കോച്ചേട്ടൻ്റെ 4 കുറിയാണ് ഇവിടെ കിടക്കുന്നത്. ഡയാനെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചെടുത്തതാണേ. അതുകൊണ്ട് ഒരു റോളിങ്ങിന് വേണ്ടി മേശേൻ്റെ ഇതങ്ങോട്ട് എടുക്കുകയാണ്. ഒന്നും തോന്നരുത് കേട്ടാ. കണ്ടില്ലേ നിന്റെ മേഴ്സി ആന്റിയെ? എൽസ, തീർന്നില്ലേ? ഇനിയെങ്കിലും നിനക്ക് തിരിച്ചു പോക്കൂടെ? ഇല്ല, ഞാൻ തിരിച്ചു പോവില്ല. എനിക്ക് പ്രാർത്ഥിക്കണം. എൽസ, എൽസ നീ അങ്ങോട്ട് പോരുത്. എൽസ, എൽസ ഇവിടെ വരാൻ. നിന്നോടല്ല അങ്ങോട്ട് പോരുത് പറഞ്ഞത്. ഞാൻ പോവും, എനിക്ക് പ്രാർത്ഥിക്കണം. നീ പോവില്ല. എലിസബത്ത്, എലിസബത്ത്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോവല്ലേ? എലിസബത്ത്, ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞു നിന്നോട്? ലൂസിഫർ, ലൂസിഫർ, അവൾ എന്റേതാണ്. ലൂസിഫർ, എന്റെ രക്തത്താൽ സകല മനുഷ്യരുടെയും പാപക്കറകൾ ഞാൻ കഴുകിക്കളഞ്ഞിരിക്കുന്നു. ഇവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഇവൾ എന്റേതാണ്. ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവളിൽ നിന്ന് നീ അകന്നു പോ.
ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. വിശുദ്ധരെ നാം ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ളതാണ് ആരാധന. നാം വിശുദ്ധരെ ഒരിക്കലും ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളിൽ പലർക്കും ചോദിക്കുന്ന ചോദ്യമാണ്, വിശുദ്ധരെ നാം ആരാധിക്കുന്ന വഴി വിഗ്രഹാരാധനയല്ലേ ചെയ്യുന്നതെന്ന്. അത് ഒരിക്കലും അല്ല. നാം വിശുദ്ധർക്ക് വണക്കം മാത്രമാണ് കൊടുക്കുന്നത്. ദൈവാരാധനയും വിശുദ്ധരോടുള്ള വണക്കവും. സഭയിൽ ആരാധനാ വണക്കങ്ങളെ സൂചിപ്പിക്കുന്നതിന് പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. സഭയുടെ പ്രബോധനമനുസരിച്ച് വിശുദ്ധർക്ക് നൽകുന്നത് വണക്കവും, പരിശുദ്ധ കന്യകാ മറിയത്തിന് നൽകുന്നത് പ്രത്യേക വണക്കവും, പരമകാരുണികനായ ദൈവത്തിന് നൽകുന്നത് ആരാധനയുമാണ്. ലത്രിയ എന്ന ലത്തീൻ പദം ദൈവാരാധനയെ സൂചിപ്പിക്കുന്നു. ഈ വാക്കിന്റെ അർത്ഥം ആരാധന അഥവാ ഏറ്റവും ശ്രേഷ്ഠമായ ബഹുമാനം എന്നെല്ലാമാണ്. ധൂളിയ എന്ന പദം വിശുദ്ധരോടുള്ള വണക്കത്തെ അഥവാ വിശുദ്ധർക്ക് സഭ നൽകുന്ന ആദരവിനെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ മറിയത്തിന് നൽകുന്ന പ്രത്യേക വണക്കത്തെ സൂചിപ്പിക്കുന്നതിന് ഹൈപ്പർ ധൂളിയ എന്ന പദം ഉപയോഗിക്കുന്നു. ദൈവമാതാവിന്റെ ലുത്തിനിയ നിങ്ങൾക്കറിയാമല്ലോ. ലുത്തിനിയുടെ ആദ്യ ഭാഗത്ത് ത്രിത്വൈക ദൈവത്തോട് നാം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള ഭാഗം മാതാവിനോടുള്ള അപേക്ഷയാണ്. മാതാവ് നമ്മെ നേരിട്ട് അനുഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ് ചൊല്ലുന്നത്. വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വിശുദ്ധരെ നാം ആരാധിക്കുന്നില്ല, വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സഭയുടെ പാരമ്പര്യത്തിൽ എന്നും വിശുദ്ധരെ വണങ്ങുന്നതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. 3 തലങ്ങളിലും കാരണങ്ങളിലുമാണ് നാം വിശുദ്ധരെ വണങ്ങുന്നത്. 1, അവരുടെ വിശുദ്ധിയാൽ നാം അവരെ ആദരിക്കുന്നു. 2, വിശുദ്ധരെ അനുകരിക്കാൻ നാം പരിശ്രമിക്കുന്നു. 3, ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാൻ നാം വിശുദ്ധരോട് ആവശ്യപ്പെടുന്നു. വിശുദ്ധരോടുള്ള വണക്കത്തെയും തിരുസ്വരൂപങ്ങളോടുള്ള പ്രാർത്ഥനയും വിഗ്രഹാരാധനയായി ചിലർ വിമർശിക്കാറുണ്ട്. സ്വരൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വണക്കം വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന 1-ാം കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല. ഒരു സ്വരൂപത്തിന് നൽകുന്ന വണക്കം അതിന്റെ അതിരൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു. അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെയാണ് വണങ്ങുന്നത്. അതിനാൽ ഇത് വിഗ്രഹാരാധനയല്ല. പരിശുദ്ധ മറിയത്തോടുള്ള പ്രത്യേക വണക്കം. ലോകരക്ഷകനായ ദൈവപുത്രനെ നമുക്കായി സമ്മാനിക്കാൻ ദൈവത്തോട് സഹകരിച്ച മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. അതിനാൽ പരിശുദ്ധ കന്യകാ മറിയത്തിന് സഭ പ്രത്യേക വണക്കം നൽകുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പരിശുദ്ധ അമ്മ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുമ്പോൾ അതിലുപരി പുത്രൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും മഹത്വീകൃതമാക്കപ്പെടുകയും ചെയ്യും. മാതൃഭക്തി സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അമ്മ യേശുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വലിയ ചാലക ശക്തിയാണ് എന്ന് സഭ എന്നും പഠിപ്പിക്കുന്നുണ്ട്. മറിയത്തെപ്പറ്റി ഒട്ടനവധി വിശേഷണങ്ങൾ സഭയിൽ നിലനിൽക്കുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തിന്മയിലൂടെ നടക്കുന്ന മനുഷ്യർ അതുവഴി നിത്യശിക്ഷയിലേക്ക് നിപതിക്കുന്നത് നോക്കി നിൽക്കുവാൻ സാധിക്കാത്ത അമ്മ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പ്രായശ്ചിത്തത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്യുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന പേരുകളാണ് കർമ്മല മാതാവ്, ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, വല്ലാർപാടത്തമ്മ, കൊരട്ടിമുത്തി, വെച്ചൂർ മുത്തി മുതലായവർ. എല്ലാം പരിശുദ്ധ കന്യകാ മറിയം തന്നെ. നന്മ നീരുമ
നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടുവല്ലോ. കാരണം മറിയം ദൈവത്തിൻ്റെ അമ്മയായതിനാൽ മറ്റുള്ള വിശുദ്ധരേക്കാൾ ഉപരി പ്രത്യേകമായ വണക്കമാണ് നാം പരിശുദ്ധ കന്യാമറിയത്തിന് നൽകുന്നത്. ആരാണ് വിശുദ്ധർ? യേശുവിൻ്റെ പെസഹാ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധർ. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവിൻ്റെ പെസഹാ രഹസ്യം വിശ്വസ്തയോടെ ജീവിച്ച് വിജയം കൈവരിച്ചവരാണ് വിശുദ്ധർ. യേശുവിൻ്റെ പെസഹാ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ പെസഹാ രഹസ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം, മരണം, ഉദ്ധാനം ഇവ ജീവിതത്തിൽ നിറവേറ്റിയവരാണ് വിശുദ്ധർ. അവർ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുകയും സഹോദര സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതൃകപരമായ ജീവിതം നയിക്കുകയും ചെയ്തു. നമുക്ക് മാതൃകവും പ്രചോദനവുമാണ് തിരുസഭ വിശുദ്ധരെ നൽകിയിരിക്കുന്നത്. നമുക്ക് എന്തിനാണ് വിശുദ്ധരെ തിരുസഭ നൽകിയിരിക്കുന്നത്? അവർ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ തിരുവിഷ്ടം നിറവേറ്റുകയും സഹോദര സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മാതൃകപരമായ ജീവിതം നയിക്കുകയും ചെയ്തു. ഈ മാതൃക പ്രചോദനവും നൽകുന്നതിന് വേണ്ടിയാണ് തിരുസഭ നമുക്ക് വിശുദ്ധരെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്കും വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റിയാൽ ഞാനും നിങ്ങളും എല്ലാവരും വിശുദ്ധരാകും. അവ ഏതെല്ലാമെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് വിശുദ്ധരാകണ്ടേ? ആരാണ് വിശുദ്ധർ? യേശുവിൻ്റെ ഒരു വിശുദ്ധനായി തീരണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതിനായി ആഗ്രഹിക്കുക. വിശുദ്ധ തോമസ് അക്വിനാസ്. നിങ്ങളുടെ ആത്മീയ വായന നിങ്ങൾ അവഗണിക്കരുത്. പുണ്യവായന അനേകരെ വിശുദ്ധരാക്കിയിട്ടുണ്ട്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീമ. ഏതെങ്കിലും ഒരു പാപം ചെയ്തുവെന്ന് മനസ്സിലായാൽ ഞാൻ ഉടൻ തന്നെ അതിന് തക്കതായ ഒരു പ്രായശ്ചിത്തം ചെയ്യും. കുംഭസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ചിത്തത്തിന് പുറമെയാണിത്. വിശുദ്ധിയിൽ വളരാൻ ഇതേറെ സഹായിക്കും. വിശുദ്ധ അൽഫോൻസാമ. വിഷപ്പാമ്പിൽ നിന്നെന്ന പോലെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നിങ്ങൾ ഓടിയകലണം. നിങ്ങൾക്ക് ആത്മീയരായ നല്ല കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾ സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവസന്നിധിയിലായിരിക്കുമെന്ന് ഞാൻ വാക്കുതരാം. എന്നാൽ നിങ്ങൾക്ക് ചീത്ത കൂട്ടുകാരുണ്ടായാൽ നിങ്ങൾ സ്വയം ചീത്തയാവുകയും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. വിശുദ്ധ ഡോൺ ബോസ്കോ. നിങ്ങളെ വിശുദ്ധരാക്കണമേ എന്ന് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കണം. കാരണം അവന് മാത്രമേ അത് ചെയ്യാനാവുകയുള്ളൂ. വിശുദ്ധരാകണമെങ്കിൽ പതിവായി കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. വിശുദ്ധ ഡൊമിനിക് സാവിയോ. അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിൽ വലിയ വിശുദ്ധി അടങ്ങിയിരിക്കുന്നു. നാം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിശുദ്ധരാകണ്ട എന്നാണ് അർത്ഥം. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീമ. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖയെ വിളിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുവാൻ അവൻ തൽപരനാണ്. പിശാചിനെ അവഗണിക്കുകയും ഭയപ്പെടാതിരിക്കുകയും വേണം. കാരണം നിങ്ങളുടെ കാവൽ മാലാഖയെ കാണുന്ന മാത്രയിൽ അവൻ ഭയപ്പെടുകയും ഓടിക്കളയുകയുമാണ് ചെയ്യുക. വിശുദ്ധ ഡോൺ ബോസ്കോ. എല്ലാ വിശുദ്ധരും നന്നായി തുടങ്ങിയവരല്ല, പക്ഷേ എല്ലാവരും നന്നായി അവസാനിപ്പിച്ചവരാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി. നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. എന്നെ വിശ്വസിക്കും, ഒരു വിശുദ്ധനാകാൻ തുടങ്ങേണ്ടതിന് നാളെ വരെ കാത്തിരിക്കരുത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ. എന്താ, വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നില്ലേ?
ഒരു നല്ല കുമ്പസാരത്തോടെ ഇന്ന് തന്നെ തുടങ്ങിയാലും അങ്ങനെയാകട്ടെ, ദൈവം അതിനായി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഒന്നാം പ്രമാണം നമ്മോട് എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ആകാശത്തിന്റെയും ഭൂമിയുടെയും മനുഷ്യരുടെയും സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം ഏകനാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുവാനും അവിടുന്ന് പ്രത്യാശ വയ്ക്കുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും ഒന്നാം പ്രമാണം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്നേഹത്തിൽ നിന്നാണ്. അതിനാൽ അവിടുത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടികളായ നമ്മുടെ കടമയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കണം പ്രഥമ സ്ഥാനം. അപ്പോൾ നമ്മളോട് ഈ ഒന്നാം പ്രമാണം എന്താണ് ആവശ്യപ്പെടുന്നത്? ഏക ദൈവത്തിൽ ഉറച്ച വിശ്വാസം, അവിടുന്ന് പ്രത്യാശ, അവിടുത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുവാനാണ് നമ്മളോട് ഈ ഒന്നാം പ്രമാണം ആവശ്യപ്പെടുന്നത്. നമുക്ക് ദൈവവചനം ഓർമ്മിക്കാം. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 3-4 വാക്യങ്ങൾ. എന്താണ് നമ്മുടെ വചനം? ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയെ മാത്രം ആരാധിക്കുന്നതിനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്താണ് നമ്മുടെ പ്രാർത്ഥന? ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയെ മാത്രം ആരാധിക്കുന്നതിനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പാഠഭാഗത്തെ മനഃപ്പാഠമാക്കേണ്ട വിശുദ്ധൻ്റെ വാക്കുകൾ പൗലായിലെ വിശുദ്ധ ഫ്രാൻസിസ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവരെ സമസ്ത സൃഷ്ടികളും അനുസരിക്കുന്നു. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവരെ സമസ്ത സൃഷ്ടികളും അനുസരിക്കുന്നു. നമുക്ക് പാടാം. ഈ പാട്ടിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ നാം വിശ്വസിക്കണമെന്നും പൂർണ്ണമായി സ്നേഹിക്കണമെന്നും ആരാധിക്കണമെന്നും നമുക്ക് സത്യദൈവമായ കർത്താവിനെ പൂർണ്ണമായും നമ്മൾ സ്നേഹിക്കണം. അവിടന്നിൽ മാത്രം വിശ്വസിക്കണം. ആരാധനാ സ്തുതി അർപ്പിക്കണം.
ഏക സത്യദൈവമായ കർത്താവിനെ പൂർണ്ണമായും നമ്മൾ സ്നേഹിക്കണം. അവിടന്നിൽ മാത്രം വിശ്വസിക്കണം. ആരാധനാ സ്തുതി അർപ്പിക്കണം. ഏക സത്യദൈവമായ കർത്താവിനെ പൂർണ്ണമായും നമ്മൾ സ്നേഹിക്കണം. അവിടന്നിൽ മാത്രം വിശ്വസിക്കണം. ആരാധനാ സ്തുതി അർപ്പിക്കണം. നമ്മുടെ പാഠഭാഗത്ത് ഏകസത്യ ദൈവവിശ്വാസത്തിൽ വളരാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന 5 കാര്യങ്ങൾ എഴുതുക. എന്താണ്? ഏകസത്യ ദൈവത്തിൽ വളരാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന 5 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ആദ്യമേ തന്നെ ഏകസത്യ ദൈവത്തിൽ ഉറച്ച വിശ്വാസവും അവിടുന്ന് പ്രത്യാശയും നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ടായിരിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്നത്? അനുദിന ദൈവബലിയിൽ സംബന്ധിക്കുന്നത് വഴി ദൈവവിശ്വാസത്തിൽ വരാൻ നമുക്ക് സാധിക്കും. പിന്നെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ, അവരുടെ ജീവചരിത്രങ്ങൾ, ബൈബിൾ എന്നിവ വായിക്കുന്നത് വഴി ദൈവവിശ്വാസത്തിൽ വരാൻ നമുക്ക് സാധിക്കും. ദൈവത്തെ നമ്മൾ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് സഹോദര സ്നേഹം പ്രകടമാകലൂടെ ദൈവവിശ്വാസത്തിൽ വരാൻ നമുക്ക് സാധിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് ബാക്കിയുള്ള 2 നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. ഇനി നമുക്ക് യഹോവയാണ് ഏകസത്യ ദൈവമെന്ന് ഏലിയ തെളിയിച്ച സംഭവം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18-ാം അധ്യായം 20 മുതൽ 40 വരെയുള്ള ഭാഗം ശ്രവിക്കാം. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ചു കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ചു ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ. ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിന്മേൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം. ജനം ഒന്നാകെ പ്രതിവചിച്ചു. ബാലിൻ്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ. നിങ്ങൾ അനേകം പേരുണ്ടല്ലോ, നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ. എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ, ബാൽദേവ, ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണമുണ്ടായില്ല. ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ. ബാൽ ഒരു ദേവനാണല്ലോ. അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം, ദിനചര്യ അനുഷ്ഠിക്കുകയുമാവാം, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവാം. വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല. ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വെച്ചു.
അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി, ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തുവന്ന് പ്രാർത്ഥിച്ചു. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നുവെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. വരൾച്ച അവസാനിക്കുന്നു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. നമ്മുടെ ജീവിതത്തിൽ ഏകദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം മാത്രം ഉണ്ടായാൽ മതിയോ? നമുക്ക് ഒന്ന് കാണാം വിശ്വാസത്തിന് പുറമെ നമുക്കുണ്ടായിരിക്കേണ്ട എന്താ ദീപു? അമ്മച്ചി ഒന്ന് കാണേണ്ട കേട്ടാ. നല്ല കിടിലം ബോക്സ്. ഒരു സ്വിച്ച് നിൽക്കിയ റബ്ബർ, വേറൊന്ന് നിൽക്കിയ കട്ടർ, ദിശ കാണിക്കണ യന്ത്രം, ചൂട് കാണിക്കണ മീറ്റർ, ഒക്കെ പോരാണ്ട് 2 തട്ട വേറെ വേറെ. ഒന്ന് പേനയും പെൻസിലും വെക്കാൻ, മറ്റേത് കളർ പെൻസിലിന്. ഇതിപ്പോ ആരുടെയിലാ നീ കണ്ടേ? സ്കൂളില് കുട്ടികൾ കൊണ്ടുവന്നിട്ടാ? അതേന്നേ, നമ്മുടെ ജോസൂട്ടിന്റെ അല്ലേ? അമ്മയ്ക്കറിയില്ലേ പള്ളിയിലേക്ക് കാർ ഓടിച്ചിടുന്ന ടീച്ചറുടെ? അങ്ങനെ വരട്ടെ. ആ ലിൻസി ടീച്ചറുടെ മോനല്ലേ? അവരെ കോളേജില് വലിയ ടീച്ചറാ. പിന്നെ ജോസൂട്ടിന്റെ അപ്പൻ ഗൾഫിലോ മറ്റാണ്. പിന്നെ ഇത് അവിടുന്ന് കൊണ്ടുവന്നൊന്നുമല്ല. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നൂന്നേ. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിലെ മീനുക്കുട്ടി തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ അപ്പൻ ജോലി എടുക്കുന്ന ടൗണിലൊക്കെ ഇങ്ങനത്തെ ബോക്സ് ഇഷ്ടം പോലെ കിട്ടുമെന്ന്. അതിനൊക്കെ കൊറേ കാശാവും എന്റെ കുട്ടാ. പിന്നെ ഇതൊക്കെ തൊടുമ്പളേക്ക് നാശാവുകയും ചെയ്യും. ഒരു സാധനം കിട്ടിയാ 5 മിനിറ്റ് കൊണ്ട് 50 കഷ്ണാക്കണ ആളല്ലേ നീ? നീയാണോ ഇത് സൂക്ഷിക്കാൻ പോണേ? അമ്മ നോക്കിയോ, ഇന്ന് അപ്പച്ചൻ വരുമ്പോ ബോക്സ് വാങ്ങിക്കൊണ്ടിരുന്നതിനോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്രിസ്മസിനെയും പോലെ ഉണക്ക കേക്കും മിഠായും ഒന്നും വേണ്ട ഞാൻ അപ്പച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചന്റെ അതിനുള്ള കാശൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. നീ വെറുതെ കൊതിച്ചിരിക്കണ്ട. അമ്മയൊന്ന് പോയേ. അമ്മ അപ്പച്ചനോട് പറഞ്ഞതൊക്കെ മുടക്കണല്ലേ. ഈ ബോക്സ് കിട്ടിയില്ലെങ്കിൽ ക്രിസ്മസ് പൂട്ടിൽ അതിന് സ്കൂൾ ഓർക്കുമ്പോ ഞാൻ പോവില്ല. എന്റെ കുട്ടാ, നീ വെറുതെ വാശി പിടിക്കണ്ടാട്ടോ. നമുക്കേ അപ്പച്ചൻ വരുമ്പോ നല്ല വെള്ള വാൽനക്ഷത്രം മേടിച്ചിടാം. നക്ഷത്രം എനിക്കൊന്നും വേണ്ട, ഞാൻ പോവില്ല. നോക്കിക്കോ, ഞാൻ സ്കൂളിൽ പോവില്ല. ലോഡ് ചെയ്തിട്ട് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് അവിടെ വെക്കി. കാരണം ഞാൻ പറയും വായിച്ചാൽ മതി. വായിച്ചിട്ട്
എന്താ ലോറൻസേ, നിനക്ക് പൈസ പോരെ? ഞാൻ കുറച്ചുകൂടി തരട്ടെ. മനുഷ്യനെ മെനക്കെടുത്താൻ ഇങ്ങനെ അറിയുള്ളൂ. എന്തുട്ര പ്രശ്നം? സ്ഥിരം പ്രശ്നം തന്നെ. ഈ മാസം തന്നെ 100-200 ഒക്കെ ആയിട്ട് തങ്കുറ വാങ്ങിച്ചിട്ടുള്ളൂ. ക്രിസ്മസ് അല്ലേ, എന്തെങ്കിലുമൊക്കെ കൂട്ടി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാ കച്ചവടമൊക്കെ ഭയങ്കര മോശ. എല്ലാവർക്കും വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് മതിയല്ലോ. നമ്മുടെ കടയിലേക്ക് ആര് വരാനാ? മോന് ഒരു കൂട്ടം വാങ്ങിക്കണ്ടായിരുന്നേ. മുതലാളി പൈസ തരാന്ന് പറഞ്ഞിരുന്നു. ശരി ബീസ, നീ ഒരു 200 അല്ല ഒരു 150 രൂപ കൊടുത്തോ. എഴുതി വെച്ചോ, അടുത്ത ശമ്പളത്തിന് പിടിക്കാം. ഹലോ, കോളടിച്ചില്ല ലോറൻസേ. നേരെ പൈന്റ് വാങ്ങി ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പരിപാടിയല്ലേ? ഓണായാലും ക്രിസ്മസ് ആയാലും നമുക്കൊക്കെ കഞ്ഞി ബീവറേന്ന് തന്നെ. പറയുന്ന ടൈപ്പ് ബോക്സ് ഇവിടെ ഇല്ല. ഇതാ കാണുന്ന സൂപ്പർ മാർക്കറ്റില്ലേ, അവിടെ ചോദിച്ചാൽ സാധനം കിട്ടും. ദൈവമേ, ഇത് പോക്കാ ചെക്കൻ പോണത്. ആരെങ്കിലും പിടിക്കേട്ടാ ചേട്ടാ, ഇതിപ്പോ തീർന്നു പോന്നേ. ആരെങ്കിലും ഒന്നും പിടിക്കേട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഓട്ടോന്ന് വിളിക്കും. ഇപ്പൊ എന്താണാവോ? ഒന്ന് പിടിക്കേട്ടാ, ഒന്ന് പിടിക്കേ. ദീപുവോ, വേലിക്കൽ വായും പൊളിച്ച് നിക്കാണ്ട് നീ വന്ന് കാപ്പി കുടിക്കാൻ നോക്ക്. അമ്മ ഒന്ന് പോയേ, ഉച്ച തിരുമ്പോ വരാന്ന് പറഞ്ഞ അപ്പച്ചൻ പോയേക്കണ. ബോക്സിന്റെ പടം വരെ ഞാൻ വരച്ചു കാണിച്ചു കൊടുത്തിട്ടില്ല. അന്വേഷിച്ച് നേരം വൈകണതാവും. കാപ്പി കുടിക്ക്. അതിപ്പോ അതെങ്ങനെ അന്വേഷിച്ച കിട്ടാണ്ടിരിക്കുക? ഇങ്ങനത്തെ ബോക്സ് ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ മീനുക്കുട്ടി പറഞ്ഞത്. അവൾ അപ്പച്ചനൂടെ പോയപ്പോ കണ്ടല്ലേ സൂപ്പർ മാർക്കറ്റില് പല കളറില്. പക്ഷെ എനിക്ക് പിങ്ക് മതി. എന്റെ കർത്താവേ, ഈ ചെക്കന് ഇത് എന്തു പറ്റി? ബോക്സ് ബോക്സ് എന്നുള്ള ഒറ്റ വിചാരേ ഉള്ളൂ. അതൊന്നും നടക്കാൻ പോണില്ലാട്ടോ. നീ പോയി കുളിക്കാൻ നോക്ക്. നമുക്കേ അപ്പച്ചൻ വരുമ്പോ പള്ളിയിലേക്ക് പോണ്ടേ, പാതിരാ കുർബാനയ്ക്ക്? ഞാൻ എങ്ങോട്ടും പോണില്ല.
അപ്പച്ചൻ ബോക്സ് കൊണ്ടുവരാൻ എന്നോട് ഉറപ്പ് പറഞ്ഞതാ. കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്കും ഇല്ല സ്കൂളിലേക്കും ഇല്ല. നല്ലൊരു ദിവസമായിട്ട് എന്റെ മാതാവേ. അലക്സിന്റെ പാരൻസ് അല്ലേ, പേടിക്കാനൊന്നുമില്ല. കൃത്യസമയത്തും കൂടെ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. അല്പം വൈകിയിരുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. യു ക്യാൻ ബാക്ക് വിത്തിൻ എ വീക്ക്. നന്ദിയുണ്ട് ഡോക്ടർ. നന്ദി പറയേണ്ടത് എനിക്കല്ല, ദൈവത്തിനും പിന്നെ കൃത്യസമയത്ത് അവൻ ഇവിടെ എത്തിച്ചവരോടുമാണ്. അയാളോട് നന്ദി പറയും. അയാളുടെ ഓട്ടോയിലാണ് അലക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നന്ദിയുണ്ട് മോനെ. ആക്സിഡന്റ് ആയത് ഞങ്ങളുടെ മോനാ. അയ്യോ സാറേ, ഞാനവൻ എന്റെ ഓട്ടോയിൽ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്ത് വേറൊരാളാ. അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, എപ്പട്ട പോയി. ഈ മരുന്നിന്റെ പണം അതും അയാൾ തന്നേ. ഇനി കുറച്ച് പൈസ അയാൾ തന്നതിൽ ബാക്കിയുണ്ട്. അതങ്ങ് കൊടുക്കാനായിട്ട് ഇനി സ്ഥലം വിട്ട് കാണും. എന്തായാലും നിങ്ങളിവിടെ വന്നല്ലോ, ഇനി ഞാൻ പോട്ടെ. നല്ല ഓട്ടമുള്ള സമയണേ, ക്രിസ്മസ് ഒക്കെ അല്ലേ. എന്റെ പൊന്നു സാറേ, നിങ്ങളൊക്കെ നല്ല പഠിപ്പുള്ള ആൾക്കാരല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മോനോട് തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞൂടെ? അല്ല, ആ ചേട്ടനെയും കാണായിരുന്നു. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ശരി. ഇത് അധികം വിലയില്ലാത്ത ടൈപ്പ് കാണും, പിങ്ക് കളറില്. ഇതിന് 550. ഇനിയുള്ളതൊക്കെ ഇതിനെങ്കിലും മേലെയാ. പിങ്കൊക്കെ കിട്ടാൻ വലിയ പാടാ. ലോറൻസ് ചേട്ടാ, എന്നെ മറന്നോ? സൈമൺ അല്ലേ? അപ്പനെ മറന്നിട്ടില്ല അല്ലേ? നാട്ടിൽ ലീവിന് വന്നപ്പോ അപ്പച്ചൻ പ്രത്യേകം പറഞ്ഞിരുന്നു ലോറൻസ് ചേട്ടനെ വീട്ടിൽ ചെന്ന് കാണണമെന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ് ചേട്ടാ, തിരക്കോട് തിരക്കായിരുന്നു. ഇത്രത്തോളം വന്നിട്ട് ഒന്ന് വീട്ടിൽ കയറാണ്ട് പോവാ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ലോറൻസ് ചേട്ടാ, നാട്ടിൽ വന്ന ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും. ഒരുവിധം വീട് പണിക്കുള്ള പെർമിഷൻ അങ്ങോട്ട് ഒപ്പിച്ചു. നാളെ തിരിച്ചു പോകാനുള്ള തീയതിയായി. ക്രിസ്മസ് കൂടി കഴിഞ്ഞ നേരെ എയർപോർട്ടിലേക്ക്. പിന്നെ വീട്ടിൽ വരുമ്പോ തരാനായി എടുത്തു വെച്ചിരുന്ന കുറച്ച് മിഠായും പെൻസിൽസും ഒക്കെയാണ് ദീപുവിന് കൊടുക്കാൻ.
അപ്പന് യാത്രയല്ലേ ലോറൻസ് ചേട്ടാ. ചേച്ചി പ്രത്യേക അന്വേഷിച്ചതായി പറയണേ. മെറി ക്രിസ്മസ്. അപ്പച്ചൻ വന്നു. സൂക്ഷിച്ചു പോ മോനെ. നിങ്ങൾ എത്തിയോ? ആ ചെക്കൻ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കായിരുന്നു. നിങ്ങൾ അവന് പറഞ്ഞ ബോക്സ് വാങ്ങിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അത് നടന്നില്ലടി. അവൻ കൊറേ ആശിച്ചതാ. സാരല്ല, എല്ലാറ്റിനും കൂട്ടിയാ കൂടണ്ടേ. അപ്പച്ചാ, ഇതിലെ മിഠായും കളർ പെൻസിലും ഒക്കെ ഉണ്ട്. അപ്പനല്ലാട്ടാ, നിന്റെ സ്വർഗത്തിലെ അപ്പച്ചനാ നിനക്കിത് മേടിച്ചു തന്നത്. ഈ അപ്പന് തരാൻ ഈ വിശ്വാസം മാത്രം ഉള്ളൂട്ടാ.